ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. പാരലാക്സ് മെത്തേഡ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. വളരെ ദൂരത്തുള്ള സ്റ്റാറുകൾ അല്ലെങ്കിൽ പ്ലാനറ്റുകൾ അവരുടെയൊക്കെ ദൂരം മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് പാരലാക്സ് മെത്തേഡ്. എന്താണെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. നമുക്ക് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ഈ ഇൻഡ്യൂട്ടിട്ട് കാണിച്ചത്. ഈ രണ്ട് സ്ഥലങ്ങൾ വേണമെങ്കിൽ പേര് കൊടുക്കാം എയും ബിയും. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയ്ക്കുള്ള ദൂരത്തിന് ഞാൻ സ്മോൾ ബി എന്ന് വിളിക്കണം. അപ്പോൾ ഭൂമിയിലുള്ള രണ്ട് സ്ഥലങ്ങളാണ് എയും ബിയും, അവർക്കിടയ്ക്കുള്ള ദൂരമാണ് ബി. നമുക്ക് ഈ സ്റ്റാറിനെയാണ് നമ്മൾ നോക്കുന്നത്. എയിൽ നിന്ന് നമ്മൾ നോക്കുന്നു സ്റ്റാറിനെ, ആ ദൂരാണ് ക്യാപിറ്റൽ ഡി. ബിയിൽ നിന്ന് നമ്മൾ നോക്കുന്നു, അതും സെയിം തന്നെയായിരിക്കുമല്ലോ, ക്യാപിറ്റൽ ഡി. അപ്പൊ ഭൂമിയിൽ നിന്ന് ആ സ്റ്റാറിലേക്കുള്ള ദൂരമാണ് ക്യാപിറ്റൽ ഡി. ഇതാണ് സ്റ്റാർ. ഇവിടെ ഈ രണ്ട് വീക്ഷണകോണുകൾ എയിൽ നിന്ന് നോക്കിയപ്പോഴും ബിയിൽ നിന്ന് നോക്കിയപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഈ പോയിന്റിലെ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ആ തീറ്റനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ എന്ന് പറയും. പാരലാക്റ്റിക് ആംഗിൾ എന്നും പറയും. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പൊ എയിൽ നിന്നും ഭൂമിയിലെ രണ്ട് ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാറിനെ കാണുന്നു. ആ രണ്ട് ഡിഫറെന്റ് പ്ലേസുകൾക്കിടയ്ക്കുള്ള ദൂരമാണ് സ്മോൾ ബി. സ്റ്റാറിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരമാണ് ക്യാപിറ്റൽ ഡി. ഈ രണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ആ റേസ് ഉണ്ടാക്കിയ ആംഗിൾ ആണ് തീറ്റ. അതിനെ പറയുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ. നമുക്കറിയാം ആർക്ക് ഇസ് ഈക്വൽ ടു or angle is equal to, ഫോർമുല മാത്സിൽ പഠിച്ചാണ്, angle is equal to arc divided by radius. ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ്. ആംഗിളിന്റെ സ്ഥാനത്ത് തീറ്റ, ആർക്കിന്റെ സ്ഥാനത്ത് സ്മോൾ ബി, ഭൂമിയിലുള്ള രണ്ട് സ്ഥലങ്ങൾക്കിടയ്ക്കുള്ള ദൂരം തന്നെ ആർക്കായിട്ട് എടുക്കാം, ഡിവൈഡ് ബൈ റേഡിയസിന്റെ സ്ഥാനത്ത് എയിൽ നിന്ന് എസിലേക്ക് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എസിലേക്കുള്ള ദൂരം, അതായത് സ്റ്റാറിലേക്കുള്ള ദൂരം ക്യാപിറ്റൽ ഡി. അപ്പൊ ഇതാണ് ഫോർമുല, ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് ആംഗിൾ അറിയാമെങ്കിൽ, ഈ പറഞ്ഞ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾക്കിടയ്ക്കുള്ള ദൂരവും അറിയാമെങ്കിൽ, ഈ പറഞ്ഞ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ആ സ്റ്റാറിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഡി ഇസ് ഇക്വൽ ടു ബി ഡിവൈഡഡ് ബൈ തീറ്റ. അപ്പൊ ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയും. ഇനി ഇതേ പാരലാക്സ് മെത്തേഡ് തന്നെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഒരു പ്ലാനറ്റിന്റെ ഡയമീറ്റർ കാണാൻ എങ്ങനെ ഉപയോഗിക്കാം. പ്ലാനറ്റിന്റെ ഡയമീറ്റർ കാണാൻ നമ്മൾ ഈ മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക, ശ്രദ്ധിക്കും. അപ്പൊ നമ്മളൊരു പ്ലാനറ്റിനെ സങ്കല്പിക്കുന്നു, ഭൂമിയല്ല, ഏതോ ഒരു പ്ലാനറ്റ്. അത് ഡയമീറ്റർ ആണല്ലോ ഇത്. നമുക്ക് അപ്പൊ തിരിച്ചാ ചിത്രം മാറുകയാണ് കേട്ടോ. എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ്. നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട്, ഇതാണ് എർത്ത്, എർത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്ലാനറ്റിനെ കാണുകയാണ്. ഈ എയിൽ നിന്നും ഇവിടേക്ക് നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു, ബിയിൽ നിന്നും ഇവിടേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ഡിസ്റ്റൻസിന്, അതായത് ഈ പ്ലാനറ്റും ഈ എർത്തും തമ്മിലുള്ള ദൂരത്തിനെ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. നേരത്തെ വിളിച്ചായിരുന്ന പോലെ തന്നെ ഡയമീറ്ററിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ബി ആണ് ഡയമീറ്റർ. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഇപ്പൊ നമുക്ക് ഈ തീറ്റയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലാക്സ് ആംഗിൾ. വീണ്ടും നമുക്ക് എഴുതാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ആർക്കാണ്. ഇതല്ലേ ആർക്കായിട്ട് വന്നത്, ഈ ആംഗിളിന്റെ ആർക്കായിട്ട് വന്നത് ഇതാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. therefore ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് ബി ഇസ് ഈക്വൽ ടു, ബി അവിടെ നിർത്തുക, ഇതിനെ കൊണ്ടുവരിക, ഡി ഇൻറ്റു തീറ്റ. ഓർമ്മയിൽ വയ്ക്കുക. So diameter is equal to, diameter of the planet is equal to d into theta എന്ന് കിട്ടും. Angle is equal to arc by radius. So നമുക്ക് കിട്ടുന്നത് ഈ ആർക്കിന്റെ സ്ഥാനത്തുള്ള ഡയമീറ്റർ ആണ്, is equal to d into theta. Where d is, what is d? Capital D is the distance to the planet. അപ്പൊ ക്വസ്റ്റ്യനിൽ ഭൂമിയിൽ നിന്ന് ആ പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ആൻഡ് ദിസ് പാരലാക്സ് ആംഗിൾ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് ബൈ ദിസ് മെത്തേഡ്. ഇതിനെയും പാരലാക്സ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പല സമയത്ത് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്, അത് ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിൽ, അപ്പൊ മെഷർമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഷർമെന്റുമായി ബന്ധപ്പെട്ടാണ്. മെഷർമെന്റുമായി ബന്ധപ്പെട്ട വേറൊരു വാക്ക് ഞാൻ പറയാൻ പോവാണ്, ഓർഡർ ഓഫ് മാഗ്നറ്റ്യൂഡ്. ഇതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്ഥലങ്ങൾ. വാട്ട് ഡു യു മീൻ ബൈ ഓർഡർ ഓഫ് മാഗ്നറ്റ്യൂഡ്? ഓർഡർ ഓഫ് മാഗ്നറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏകദേശ വാല്യൂ എന്നർത്ഥം. ഏകദേശം, കൃത്യമായിട്ടല്ല, ഏകദേശം, വലിയ തെറ്റില്ലാതെ നമുക്ക് ഒരു ഏകദേശം വാല്യൂ പറയുന്നതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നറ്റ്യൂഡ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കാം.
ഇപ്പൊ ഒരു സംഖ്യ ഉണ്ട് വിചാരിക്കുക, വെലോസിറ്റി ഓഫ് ലൈറ്റ് നിങ്ങൾക്കറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് സി നല്ല എഴുതുക ഈക്വൽ ടു 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഏതൊരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു മെത്തേഡിൽ എഴുതുക. അതായത് ആദ്യ ഒരു സംഖ്യ, ആ സംഖ്യ 1 വലുതും 10 ചെറുതുമായിരിക്കണം. ബിറ്റ്വീൻ 1 and 10, 1 വലുതും ആവണം, 10 ചെറുതും ആവണം. അങ്ങനെ ആയിരിക്കണം ആദ്യത്തെ സംഖ്യ. ബാക്കി ഇൻറ്റു 10⁻² എന്നുള്ള രൂപത്തിൽ എഴുതുക. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ രൂപത്തിൽ എഴുതുക. അപ്പൊ 1 വലുതാണ്, 1 വലുതാണ്, 10 ചെറുതാണ് ഈ സംഖ്യ. ബാക്കിയൊക്കെ 10ന്റെ പവറായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഴുതിയിട്ടുള്ള 10ന്റെ പവറിന്റെ മുമ്പുള്ള ഈ ഭാഗം ആരാണ് ഇവിടെ? അത് 3 ആണ്. അത് 5 or 5 കുറവാണെങ്കിൽ, 5 or 5 കുറവോ ആണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1. അപ്പൊ ഇവിടെ 3 ആണ് വന്നത്, 5 കുറവാണ്. 5 or 5 കുറവാണെങ്കിലൊക്കെ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 1. സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1 × 10⁸8. ഈ 3നെ നമ്മൾ 5 കുറവായതുകൊണ്ട് 1 ആയിട്ട് എടുത്തു. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈക്വൽ ടു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് 8. അപ്പൊ 10ന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് 8 എന്ന് എഴുതണം. വേറൊരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രോണിന്റെ മാസ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിയണം. 9.1 × 10⁻31 കിലോഗ്രാം. വളരെ ചെറിയൊരു മാസം. എഴുതിയത് നോക്കുക, 9.1 × 10⁻31 കിലോഗ്രാം എഴുതിയത്. അപ്പൊ 10ന്റെ പവർ എഴുതുന്നതിന് മുമ്പ് എഴുതിയ സംഖ്യ നോക്കൂ, 10 ചെറുതാണ്, 1 വലുതുമാണ്. അപ്പൊ എഴുതിയ മെത്തേഡ് ശരിയാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ 9.1 ആണ്. 9.1 ഈസ് ഗ്രേറ്റർ ദാൻ 5. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇവിടെ എഴുതുന്ന 10ന്റെ പവറിന്റെ മുമ്പിലുള്ള സംഖ്യ 5 വലുതാണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 10. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 10. അപ്രോക്സിമേറ്റ്ലി ആണ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി 9.1 വരെ 10 എന്ന് എഴുതി. 10 × 10⁻31 ദാറ്റ്സ് ഈക്വൽ ടു 10⁻31 കിലോഗ്രാം. 10⁻31 10 മൾട്ടിപ്ലൈ ചെയ്താൽ 10⁻30 കിലോഗ്രാം. സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് -30 എന്ന് ചുരുക്കം. അപ്പൊ ആ 10ന്റെ പവർ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോൾ ഉള്ളതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. വേറെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കൂ, 80,000, 80,000. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 80,000? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ശരിയല്ല. എങ്ങനെ എഴുതാം? ആദ്യം 1 വലുതും 10 ചെറുതുമായിട്ടുള്ള ഒരു സംഖ്യ. അപ്പൊ അതായത് 8 ഇൻറ്റു, ഓക്കെ. ബാക്കിയുള്ളത് 10ന്റെ പവറാക്കി എഴുതാം. 80 ആവുമ്പോൾ 10⁻1, 800 ആവുമ്പോൾ 10⁻2, 8000 ആവുമ്പോൾ 10⁻3, 80,000 ആവുമ്പോൾ 10⁻4. അപ്പൊ 8 × 10⁻4 എന്ന് എഴുതാലോ. 80,000നെ 8 × 10⁻4 എന്ന് എഴുതാം. ഈ 8 × 10⁻4 8 ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. 5 വലുതായതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 10. സോ 10 × 10⁻4 ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁻5. സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് 5. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 0.00025 മീറ്റർ. ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതിനെ 1 വലുത് 10 ചെറുതായിട്ടുള്ള ഒരു സംഖ്യയാക്കി ആദ്യം എഴുതണം. അപ്പൊ അങ്ങനെ എഴുതുക 2.5 എന്ന് എഴുതാം. ഓക്കെ. ഇൻറ്റു ബാക്കിയൊക്കെ 10ന്റെ പവർ ശരിയാക്കി എഴുതണം. 2.5 ഇങ്ങോട്ട് പോകുമ്പോൾ 10⁻1, ഇവിടേക്ക് എത്തുമ്പോൾ 10⁻2, ഇവിടെ എത്തുമ്പോൾ 10⁻3, ഇവിടേക്ക് എത്തുമ്പോൾ 10⁻4. ശരിയല്ലേ? നോക്കിക്കോളൂ. 2.5 × 10⁻4 ആണ് ഈ എഴുതിയിരിക്കുന്നത്. നോക്കണമെങ്കിൽ 2.5ലെ പോയിന്റ് ചാടുന്നു നോക്കിയാൽ മതി. 10⁻1 ആയാൽ 0.25, 10⁻2 ആയാൽ 0.025, 10⁻3 ആയാൽ 0.0025, 10⁻4 ആവുമ്പോൾ 0.00025 ആയിട്ട് മാറി. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2.5 ഈസ് ലെസ് 5 കുറവായതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1. അപ്പൊ അതിനെ 1 ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് ഇൻറ്റു 10⁻4 that's equal to 10⁻4. So order of magnitude is -4. അപ്പൊ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാൻ മനസ്സിലായല്ലോ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് പിന്മാറാം. ഏത് സംഖ്യയും നിങ്ങൾ ഇട്ട് നോക്കിക്കോളൂ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇതേപോലെ എഴുതാൻ സാധിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയാം, അവഗാഡ്രോ നമ്പർ. എത്രയാണ് അവഗാഡ്രോ നമ്പർ? 6.023 × 10⁻23 ആണ്. ഇതാണ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു മോൾ ആറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിനൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
അങ്ങനെ അവഗാഡ്രോ നമ്പർ 6.023 into 10⁻23 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? നോക്കുക, ഇപ്പോൾ ശരിയാണ്, നമ്മൾ എഴുതിയത് മെത്തേഡ് ശരിയാണ്. 1 വലുതാണ്, 10 ചെറുതാണ്. ആൻഡ് ദാറ്റ് സംഖ്യ ഏതാണ്? 6.023 ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 10. സോ 10 into 10⁻23. 6.023 into 10⁻23 ആണ്. അതില് 6.023 10 ആയിട്ട് എടുത്തു, ബാക്കിയുള്ളത് 10 into 10⁻23 ദാറ്റ്സ് ഈക്വൽ ടു 10⁻24. സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ആ 10ന്റെ പവറിന് എടുത്ത് എഴുതുക 24. ആണെങ്കിൽ ഒരു സംഖ്യ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 46 into 10⁻⁻4? ഇതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര? ഇങ്ങനെ എഴുതുക, ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെഴുതും? 46 എഴുതുമ്പോൾ 10 വലുതായി. അപ്പൊ അതിനെ 10 ചെറുതാവണോ 1 വലുതാവണമെങ്കിൽ 4.6 എഴുതി. ഓക്കെ, 4.6 into 4.6 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇൻറ്റു 10⁻³ എന്ന് എഴുതണം അല്ലെ. 46 into 10⁻⁴ എന്നുള്ളത് 4.6 into 10⁻³ ആണ്. 46 4.6 ആകുമ്പോൾ 10 പുറത്തേക്ക് പോകും. ആ 10 10⁻⁴ നായിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10⁻³ ഇനി 4.6 ഈസ് ലെസ് ദാൻ or equal to 5 ആയതുകൊണ്ട് it is taken as 1. So 1 into 10⁻³ that's equal to 10⁻³. So order of magnitude is -3. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഏതൊരു സംഖ്യയുടെയും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ആ പോയിന്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് സിഗ്നിഫിക്കന്റ് ആവുക എന്ന് പറഞ്ഞാൽ വിലയുണ്ടാവുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിലയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു മെഷർമെന്റില് ഏതൊക്കെ ഡിജിറ്റ്സിനാണ് വാല്യൂ ഉള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്, ആ ഡിജിറ്റ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് എടുക്കുമ്പോൾ മനസ്സിലാവും. നോക്കുക, ഞാൻ എന്റെ നീളം മെഷർ ചെയ്യാണ്, എന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. എന്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ ഏതോ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഞാൻ മെഷർ ചെയ്ത് 1.7 മീറ്റർ എന്ന് എഴുതി. ഒന്നുകൂടി അതിനെ ഞാൻ വേറൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 1.71 മീറ്റർ എന്ന് എഴുതി. എന്റെ നീളം തന്നെ മെഷർ ചെയ്യണത്താ. ഒന്നും കൂടി കൃത്യമായിട്ട് അളക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഏതോ ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ 1.710 മീറ്റർ എന്ന് കിട്ടി. ഒന്നുകൂടി നല്ല കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 1.7105 മീറ്റർ എന്ന് കിട്ടി. ഇപ്പൊ ഞാൻ എന്റെ ഉയരത്തിനെ ഒരു 4 പ്രാവശ്യം അളന്നു. 4 പ്രാവശ്യം 4 ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഓരോ പ്രാവശ്യവും ശ്രദ്ധ കൂട്ടി കൊണ്ടുവന്നിട്ട് മെഷർ ചെയ്തതാണ്. അപ്പൊ ഇതിൽ 1.7 മീറ്റർ ആണ്. ഇവിടെ എത്തിയപ്പോഴേക്കും 1.70105 മീറ്റർ ആയി. ഏതാ ഇതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള മെഷർമെന്റ്, അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഏതാ? യെസ്, ഇതാണ് അല്ലെ. ഇത് കൂടുതൽ കൃത്യമായി. ഇത് അത്ര കൃത്യമല്ല, അതിനേക്കാളും കൃത്യമായി. ഇവിടെ എന്താ കൃത്യമല്ലാത്തത്? 1.7 കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഡാഷ് ഉണ്ടല്ലോ, സെക്കൻഡ് ഡെസിമൽ പ്ലേസ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അതേ സമയത്ത് ഇവിടെ എത്തുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാമ്പോ സെക്കൻഡ് ഡെസിമൽ പ്ലേസിൽ 1 ആണ്. അപ്പൊ ഒന്നും കൂടി എനിക്ക് സെർട്ടൺ ആയി. ഇവിടെ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ അത് സെർട്ടൺ ആയിട്ട് മാറി. പക്ഷെ അടുത്ത അൺസർട്ടനിറ്റി അപ്പൊ തേർഡ് ഡെസിമൽ പ്ലേസിലാണ്. തേർഡ് ഡെസിമൽ പ്ലേസിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഈ മെഷർമെന്റ് എടുത്തപ്പോൾ തേർഡ് ഡെസിമൽ പ്ലേസിലെ അൺസർട്ടനിറ്റി എനിക്ക് നീക്കം ചെയ്യാൻ പറ്റി. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു 0 ആണ് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നുകൂടി അക്യുറേറ്റ് ആയി. പക്ഷേ ഫോർത്ത് ഡെസിമൽ പ്ലേസിൽ അൺസർട്ടനിറ്റി വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഫോർത്ത് ഡെസിമൽ പ്ലേസിൽ അൺസർട്ടനിറ്റിയും ക്ലിയർ ആയി. അപ്പോ നമുക്ക് ഓരോന്നിലും കൂടുതൽ കൃത്യതയിലേക്ക് വന്നു. അപ്പോ ഈ പറഞ്ഞ ഡിജിറ്റ്സ് കൂടുന്തോറും ഒരു മെഷർമെന്റിന്റെ കൃത്യത, അതായത് അക്യുറസി കൂടുന്നു എന്നർത്ഥം. അപ്പോ ഞാൻ സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് വരികയാണ്. അപ്പൊ ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം ഈ 1ഉം ഈ 7ഉം വിലയുള്ള സംഖ്യകളാണ്. അപ്പൊ ഒരു മെഷർമെന്റിലെ ഡിജിറ്റ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ 1ഉം 7ഉം വിലയുള്ളതാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 2. നമ്മളോട് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 1.71 അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവും? ഈ 1 സിഗ്നിഫിക്കന്റ് ആണ്, വിലയുള്ള ആളാണ്. 7ന് വില ഉണ്ട്, 1നും വില ഉണ്ട്. സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് എത്രയായി? 3 ആണ് അല്ലെ. ഇവിടെ എത്ര? ഈ 1ന് വില ഉണ്ട്, 7ന് വില ഉണ്ട്, 1ന് വില ഉണ്ട്. അതൊന്നും 0 ഇല്ലാത്ത സംഖ്യകളാണ്. പിന്നെ ഒരു 0 എഴുതി. ഈ 0ത്തിന് വില ഉണ്ടോ ഇല്ലയോ? 0 എന്ന് പറയുന്ന സംഖ്യക്ക് വില ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഈ 0 വന്നപ്പോൾ 1.71 എന്ന് എഴുതിയതിനേക്കാൾ കൃത്യമായി 1.710 എന്ന് എഴുതിയപ്പോ
ഇവിടെ തേർഡ് ഡെസിമൽ പ്ലേസിൽ 0 എന്ന് ചേർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അൺസർട്ടനിറ്റി, അത് 1 ആവുമോ 2 ആവുമോ 3 ആവുമോ 4 ആവുമോ എന്നൊക്കെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം ഇല്ലാതായി അവിടെ 0 ആണെന്ന് ഉറപ്പിക്കാൻ പറ്റി. അപ്പൊ ഈ 0ത്തിന് അവിടെ കൃത്യമായ വിലയുണ്ട്. അത് മെഷർമെന്റിന്റെ അക്യുറസിനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 0 സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. അടുത്തതും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഇതിൽ എല്ലാവരും സിഗ്നിഫിക്കന്റ് ആണ്. 0 സിഗ്നിഫിക്കന്റ് ആണ്. ഈ അവസാനം വന്ന 5ഉം അതിന്റെ കൃത്യതയെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം 3, 2, 5. അപ്പൊ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ഏകദേശം ഐഡിയ ആയല്ലോ. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ചില നിയമങ്ങൾ പറയാം. ഒരു സംഖ്യയുടെ 0 അല്ലാത്ത, ഒരു മെഷർമെന്റ് നടത്തിയാൽ കിട്ടുന്ന വാല്യൂവിന്റെ 0 അല്ലാത്ത എല്ലാ സംഖ്യകളും എപ്പോഴും സിഗ്നിഫിക്കന്റ് ആണ്. 0 അല്ലാതെ ഉള്ള ഏത്, അതായത് 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യകൾ എഴുതിയാലും ദേ ആർ സിഗ്നിഫിക്കന്റ്. അതാണ് ഇവിടെ 1, 7, 1, 5 ഒക്കെ സിഗ്നിഫിക്കന്റ് ആവാൻ കാരണം. ഇനി 0 നന്നായിട്ട് ആലോചിക്കുക. 0 വരുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നല്ല ശ്രദ്ധിക്കുക. അതിന് ചില കൺവെൻഷൻസ് പറയുന്നുണ്ട് നമ്മുടെ യൂണിറ്റ് സിസ്റ്റത്തിൽ. അത് ഒന്നാമത്തേതാണ്, ഒരു ഡെസിമൽ സംഖ്യയായിട്ട് എഴുതിയാൽ, ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയായിട്ട്, ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ഒരു സംഖ്യയായിട്ട് എഴുതിയാൽ അവസാനം വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. അതായത് 1.710 എന്ന് എഴുതിയാല് അവസാനത്തെ 0 സിഗ്നിഫിക്കന്റ് ആണ്. ഞാൻ പറഞ്ഞത് 8.0 മീറ്റർ എന്ന് ഞാൻ എഴുതിയാൽ ഈ 8ഉം സിഗ്നിഫിക്കന്റ് ആണ്, ഈ 0ഉം സിഗ്നിഫിക്കന്റ് ആണ്. എന്താണ് കാരണം? ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യ ആയിരിക്കണം. അതിന്റെ അവസാനം വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി, 800.0 മീറ്റർ എന്ന് എഴുതിയാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇതിൽ 2 ആയിരുന്നു. 800.0 എന്ന് എഴുതിയാൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഈ 0 തന്നെ സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ. അതേ സമയത്ത് വെറുതെ ഞാൻ 8000 എന്ന് എഴുതിയാൽ, ഒരു ഡെസിമൽ പോയിന്റ് ഇടാതെ ഒരു സംഖ്യ എഴുതിയാൽ അതിലെ 0 തന്നെ സിഗ്നിഫിക്കന്റ് അല്ല. ഈ 8 മാത്രം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 1 ആണ്. ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം 1 ആണ്. എന്താ പറഞ്ഞത്? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഒരു സംഖ്യ എഴുതിയാൽ അതിലെ അവസാനം വരുന്ന 0 സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അവസാനം വരുന്ന 0 കുറിച്ച് ധാരണയായല്ലോ. അവസാനം വരുന്ന 0 ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയാണെങ്കിൽ അവസാനം വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. എന്നാൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു സംഖ്യയാണെങ്കിൽ അവസാനം വരുന്ന 0 സിഗ്നിഫിക്കന്റ് അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, 2 പൂജ്യങ്ങളല്ലാത്ത സംഖ്യകൾക്കിടയ്ക്ക് വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. അതായത് ഈ ഇക്വേഷൻ നോക്കൂ, ഈ വാല്യൂ നോക്കൂ, 1.7105 ആണ്. അതിൽ ഈ 0 കിടക്കുന്നത് 0 അല്ലാത്ത 1നും 0 അല്ലാത്ത 5നും ഇടയ്ക്കാണ്. അതുകൊണ്ട് ആ 0 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ വളരെ ക്ലിയർ ആണ്, 0 അല്ലാത്ത സംഖ്യകൾക്ക് ഇടയ്ക്ക് വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് 8001 എന്ന് എഴുതിയാൽ എല്ലാ 0 സിഗ്നിഫിക്കന്റ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 4. 8010 എന്ന് ഞാൻ 80,010 എന്ന് ഞാൻ എഴുതിയാൽ ഇതൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഈ 0 സിഗ്നിഫിക്കന്റ് അല്ല. കാരണം പോയിന്റ് ഇട്ടിട്ടുള്ള സംഖ്യ അല്ല എന്നർത്ഥം. അതേ സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതി 8010.0 എന്ന് എഴുതിയാൽ ഇവരെല്ലാ 0 സിഗ്നിഫിക്കന്റ് ആണ്. ഉത്തരം 3, 3, 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഓക്കെ. അപ്പൊ പോയിന്റ് ഇട്ടിട്ടുള്ള സംഖ്യയിലെ അവസാനത്തെ 0 സിഗ്നിഫിക്കന്റ് ആണ്. പോയിന്റ് ഇല്ലാത്തൊരു സംഖ്യ ആണെങ്കിൽ അവസാനത്തെ 0 സിഗ്നിഫിക്കന്റ് അല്ല. 0 അല്ലാത്ത സംഖ്യകൾക്കിടയ്ക്കുള്ള 0 എപ്പോഴും സിഗ്നിഫിക്കന്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി 10ന്റെ പവർ ആയിട്ട് നമ്മൾ പലപ്പോഴും എഴുതും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയല്ലോ നേരത്തെ, വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇതിൽ 3 സിഗ്നിഫിക്കന്റ്, ഇത് സിഗ്നിഫിക്കന്റ് അല്ല. 10ന്റെ പവർ ആയിട്ട് എഴുതുന്നതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 1. ഈ 3 മാത്രമേ സിഗ്നിഫിക്കന്റ് ആവുള്ളൂ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. 9.1 × 10⁻31 കിലോഗ്രാം എന്ന് ഇലക്ട്രോണിന്റെ മാസ് എഴുതിയാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ 9 സിഗ്നിഫിക്കന്റ് ആണ്, ഈ 1 സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഇവരൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഉത്തരം 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഒന്നുകൂടി എഴുതാം. 2.808 × 10⁵ എന്ന് എഴുതിയ സംഖ്യയിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഇത് സിഗ്നിഫിക്കന്റ് ആണ്. 0 2 സംഖ്യകൾക്ക് ഇടയ്ക്ക് വരുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. 8 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇതിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 10⁵ ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ 10ന്റെ പവർ ആയിട്ട് എഴുതുന്നതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. അടുത്തൊരു പോയിന്റ്, യൂണിറ്റ് കൺവേർട്ട് ചെയ്താലൊന്നും സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം മാറുന്നില്ല. ഞാൻ പറയാം. ഇപ്പൊ 1 മീറ്റർ എന്ന് ഞാൻ എഴുതി. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് കുട്ടികളെ? ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1. ഈ 1 മാത്രമല്ലേ? ഇനി അതിനെ ഞാൻ സെന്റിമീറ്ററിലാക്കി എഴുതി. 100 സെന്റിമീറ്റർ എന്ന് എഴുതി. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഡെസിമൽ പോയിന്റ് ഇല്ല. അവസാനത്തെ 0 അപ്പൊ സിഗ്നിഫിക്കന്റ് അല്ല അല്ലെ? അപ്പൊ ഈ 1 മാത്രം സിഗ്നിഫിക്കന്റ്. ഓക്കെ. ഇനി വേണമെങ്കിൽ എനിക്ക് അതിനെങ്ങനെ എഴുതാം? 1 × 10⁻² സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോഴും 10⁻² അല്ല, ഇത്. ഓക്കെ. ഇനി വേണമെങ്കിൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയില് 0 അല്ലാത്ത സംഖ്യകൾക്ക് മുമ്പ് വരുന്ന 0 ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ
ഈ 1 മീറ്ററിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, 0.01 സെന്റിമീറ്റർ എഴുതാം. സോറി, 0.001 കിലോമീറ്റർ എഴുതാം അല്ലെ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിലേക്ക് ആക്കുമ്പോൾ 1000 കൊണ്ടായിരിക്കണം. 1 മീറ്ററിന് 1000 കൊണ്ടടിച്ചാൽ 10 കൊണ്ടടിച്ചാൽ 0.1, 100 കൊണ്ടടിച്ചാൽ 0.01, 1000 കൊണ്ടടിച്ചാൽ 0.001. അപ്പൊ 0.001 കിലോമീറ്റർ എന്ന് കിട്ടി. അപ്പോ ഇതില് ആദ്യം വരുന്ന പൂജ്യങ്ങൾ ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, അപ്പോ പൂജ്യങ്ങൾ ഇടയിൽ വന്നാൽ സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയിൽ അവസാനം വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഇടാതെ അവസാനത്തെ പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. ആദ്യം വരുന്ന പൂജ്യങ്ങൾ, ഏതൊരു സംഖ്യയുടെ ആദ്യം വരുന്ന പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ 0.001 കിലോമീറ്റർ എന്ന് എഴുതിയാൽ അതിൽ ആദ്യത്തെ 3 പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല എന്നർത്ഥം. 10ന്റെ പവർ സിഗ്നിഫിക്കന്റ് അല്ല. ഇത്രയും കാര്യങ്ങൾ റൂൾസ് ആയിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ 2 റൂൾസും കൂടി പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അതിലൊന്ന്, നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. 3.2 into 2 മൾട്ടിപ്ലൈ ചെയ്തു, ഉത്തരം എത്ര കിട്ടുക? 2 2 4 2 3 6 6.4 എന്ന് ഉത്തരം കിട്ടും. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 2 ഉണ്ട് അല്ലെ, 3 2. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1 ഉള്ളൂ. ഉത്തരത്തിലും മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗറേ പാടുള്ളൂ. സിഗ്നിഫിക്കന്റ് ഫിഗറിന് കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരത്തിലും സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം മിനിമമേ പാടുള്ളൂ. എത്രയാ? ഇതിൽ 2ഉം ഇതിൽ 1 ആണെങ്കിൽ ഉത്തരത്തിൽ എത്രയേ പാടുള്ളൂ? 1 പാടുള്ളൂ. ഇപ്പൊ ഇതിൽ എത്ര ഉണ്ട്? 6.4 എഴുതിയപ്പോ 2 ഉണ്ട്. ഉത്തരത്തിൽ 1 ആക്കണം. അപ്പൊ ഇതിലെ ഒരു അവസാനത്തെ ഡിജിറ്റിനെ നമ്മൾ ഒഴിവാക്കണം. ഉത്തരം 6 എന്നാണ് ഉത്തരം. 6.4 എന്ന് എഴുതാൻ പാടില്ല, 6 എന്ന് എഴുതാം. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം 1 ആയി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗറേ പാടുള്ളൂ. വേണമെങ്കിൽ നോക്കുക, 3.2/2 എത്ര ഉത്തരം കിട്ടുക? 1.6 ആണ്. ഇതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ, ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ. ഉത്തരത്തിലും ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ പാടുള്ളൂ. അപ്പൊ ഉത്തരം എഴുതുക 1 എന്ന് എഴുതേണ്ടി വരും. നോക്കുക, ഈ ഒഴിവാക്കേണ്ട സംഖ്യ 5നേക്കാൾ കൂടുതലാണെങ്കിൽ 6 ആണ്. ഇവിടെ ഒഴിവാക്കേണ്ട സംഖ്യ 4 ആയിരുന്നു, അതുകൊണ്ട് തൊട്ട മുമ്പത്തെ സംഖ്യ ഒന്നും കൂട്ടണ്ട. പക്ഷെ ഒഴിവാക്കേണ്ട സംഖ്യ 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട മുമ്പത്തെ സംഖ്യ ഒന്ന് കൂട്ടി എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതണം. 6 5നേക്കാൾ കൂടുതലാണ്. റൗണ്ട് ചെയ്യുമ്പോൾ തൊട്ട മുമ്പത്തെ സംഖ്യ ആയിട്ടുള്ള 1 എന്താക്കി എഴുതണം? 2 ആയിട്ട് എഴുതണം. അപ്പൊ 3.2/2 ഈസ് 2 ആയിട്ട് എഴുതും, ഈ പറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കണക്ക് പ്രകാരം. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എന്താ ചെയ്യുക? മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒരു സ്ക്വയറിന്റെ സൈഡ് 1.4 സെന്റിമീറ്റർ ആണ്. ഒരു സ്ക്വയറിന്റെ സൈഡ് എ എന്നല്ല ഉപയോഗിക്കുക, 1.4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ഇറ്റ്സ് ഏരിയ കറക്റ്റ് ടു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കന്റ് ഫിഗറിന് കറക്റ്റ് ആയിട്ട് അയാളുടെ ഏരിയ എഴുതുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എങ്ങനെ എഴുതുക? ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? എ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1.4 into 1.4 സെന്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? 1.4 into 1.4 എത്രയാ? 1.96. 14 14 196. അപ്പൊ 1.96 സെന്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? 1.4 സെന്റിമീറ്ററിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 1.4ൽ 2 എണ്ണം, ഇതിലും 1.4ൽ 2 എണ്ണം. അപ്പൊ ഉത്തരത്തിൽ എത്രേ പാടുള്ളൂ? മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗറേ പാടുള്ളൂ, 2 എണ്ണേ പാടുള്ളൂ. പക്ഷേ നമ്മൾ ഉത്തരത്തിൽ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1.96 എഴുതിയപ്പോ 3 എണ്ണം ഉണ്ട് അല്ലെ. 1ഉം 9ഉം 6ഉം ഉണ്ട്. അപ്പൊ അതിനെ 2 എണ്ണമായിട്ട് ചുരുക്കണം. ചുരുക്കുമ്പോ അവസാനത്തെ സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഒഴിവാക്കേണ്ട സംഖ്യ 6 ആണ്. ഓക്കെ, റൗണ്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ 5നേക്കാൾ കൂടുതലായതുകൊണ്ട് തൊട്ട മുമ്പത്തെ സംഖ്യ ഒന്ന് കൂട്ടി. ആരെ കൂട്ടി? 9നെ കൂട്ടി. 9നെ ഒന്ന് കൂട്ടി അത്രയും 10 ഉണ്ടാവും. അപ്പൊ 0 അവിടെ നിർത്തുക. ബാക്കി ഒന്നുണ്ട്, ഈ 1 ഇപ്പുറത്തേക്ക് വരും. 2.0 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഉത്തരം. പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. 1.4 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറിന്റെ ഏരിയ സിഗ്നിഫിക്കന്റ് ഫിഗറിന് കറക്റ്റ് ആയിട്ട് എഴുതുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം എത്രയാണ്? 2.0 സെന്റിമീറ്റർ സ്ക്വയർ. എങ്ങനെ കിട്ടിയത്? 1.4 into 1.4 1.96 ആണ്. പക്ഷെ ഉത്തരത്തിലെ മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗർ, അതായത് ഇതിൽ ഏതെങ്കിലും ഉള്ള ആൾക്കാരുടെ മിനിമം, അതായത് 2 എണ്ണം തന്നെ ഉത്തരത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ആ 2 എണ്ണം ആക്കുമ്പോൾ 6നെ ഒഴിവാക്കണം. 6 5നേക്കാൾ വലുതായതുകൊണ്ട് തൊട്ടൊമ്പത്തെ സംഖ്യ ഒന്ന് കൂട്ടണം. അപ്പൊ 9 ഒന്ന് കൂട്ടിയാൽ 10 ആവും. 10 ആകുമ്പോൾ 0 അവിടെ എഴുതി, ബാക്കി 1 പുറത്തേക്ക് വന്ന് ഈ 1നോട് കൂടി കൂട്ടി 2.0 സെന്റിമീറ്റർ സ്ക്വയറിനായി. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ പാടുള്ളൂ എന്ന് ചുരുക്കം. ഇനി അഡീഷൻ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക. 2.001 പ്ലസ് 0.2 ഇത് രണ്ടും കൂടി കൂട്ടണം എന്ന് വിചാരിക്കാം. 2.001ഉം 0.2 കൂടി കൂട്ടി അത്ര ഉത്തരം വരിക 102 അല്ലെ. 2.201 എന്ന് ഉത്തരം കിട്ടും. ഇതില് ഇനി നോക്കുക, ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല നോക്കുക. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഉത്തരത്തിലും മിനിമം ഡെസിമൽ പ്ലേസേ പാടൂ. ഇവർ രണ്ടാക്കാരും കൂടി കൂട്ടുമ്പോൾ ഉത്തരത്തില് ഏറ്റവും മിനിമം ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. അപ്പൊ ഇതിൽ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ, ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ എന്നല്ല നോക്കുക? സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണല്ല നോക്കുക. ഇവിടെ മിനിമം ഡെസിമൽ പ്ലേസ് അപ്പൊ എത്രയാവണം? ഒറ്റ ഒന്നാവണം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ മറ്റേ രണ്ടാക്കാരും. അപ്പൊ ആദ്യം 1നെ ഒഴിവാക്കുക,
അപ്പൊ 2.20 എന്നാവും. പിന്നെ 0 ഒഴിവാക്കുക, അപ്പൊ 2.2 എന്നാവും. അപ്പൊ ഉത്തരം 2.2 എന്ന് എഴുതാൻ പാടൂ. 2.001 0.2 കൂടി ആഡ് ചെയ്താൽ കറക്റ്റ് ഉത്തരം 2.201 ആണെങ്കിലും സിഗ്നിഫിക്കന്റ് ഫിഗറിന് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞ 2.2 ആണ്. എന്താണ് കാരണം മിനിമം ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പൊ ഉത്തരത്തിൽ 1 ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. അതുകൊണ്ട് 2.2 എന്ന് എഴുതി. അതിനനുസരിച്ച് റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ 5ൽ കൂടുതലാണെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ 1 കൂട്ടി എഴുതുക. ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ 5ൽ കുറവാണെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ അതേപോലെ നിലനിർത്തുക. ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ 5 ആണെങ്കിൽ ഇപ്പൊ നോക്കുക 1.65 ഇങ്ങനെ വരും. ഞാൻ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ അവസാനത്തെ 5നെ ഒഴിവാക്കുക. 5ആണ് റൗണ്ട് ചെയ്യേണ്ടെങ്കിൽ, 5ആണ് ഒഴിവാക്കണമെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ ഒറ്റ സംഖ്യ ആണെങ്കിൽ 1 കൂട്ടി എഴുതുക. ഇരട്ട സംഖ്യ ആണെങ്കിൽ മാറാതെ നിലനിർത്തുക. ഒറ്റ സംഖ്യയാണ് തൊട്ടുമുമ്പത്തെ സംഖ്യയെങ്കിൽ 1 കൂട്ടുക. അപ്പോ 1.65 എന്തായി മാറി? 6 ആയിട്ട് മാറി. ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ 5ആണ്. അപ്പൊ തൊട്ടുമ്പത്തെ സംഖ്യനെ നോക്കി, തൊട്ടുമ്പത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 1 കൂട്ടി എഴുതി. ഇനി അടുത്തത് എന്താ വരിക? അപ്പൊ ഇനി അടുത്തത് നിങ്ങൾക്ക് 1.6. ഇനി ഈ 6നെ റൗണ്ട് ചെയ്യുമ്പോൾ 5നേക്കാളും വലുതായതുകൊണ്ട് 1.66. ഇനി ഒന്നുകൂടി റൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ 1.7 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇങ്ങനെയാണെങ്കിലോ 1.645 ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ വരിക? 5നെ ഒഴിവാക്കുകയാണ്. 5നെ ഒഴിവാക്കുമ്പോൾ 5ന്റെ തൊട്ടുമ്പത്തെ സംഖ്യ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആണെങ്കിൽ അതേപോലെ തന്നെ നിലനിർത്തുക. 1.64. ക്ലിയർ? അപ്പൊ ഇതാണ് 5ആണ് ഒഴിവാക്കപ്പെടേണ്ട സംഖ്യ എങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ ഒറ്റ സംഖ്യ ആണെങ്കിൽ 1 കൂട്ടുക, ഇരട്ട സംഖ്യ ആണെങ്കിൽ മാറാതെ നിർത്തുക. 5നേക്കാൾ വലുതാണ് ഒഴിവാക്കുന്നെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ 1 കൂട്ടുക. 5നേക്കാൾ കുറവാണ് ഒഴിവാക്കുന്നതെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ അതേപോലെ തന്നെ നിലനിർത്തുക. ഇതാണ് റൗണ്ടിങ് ഓഫ്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യം വരും. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്ന് കൃത്യമായിട്ട് ഒരു ധാരണ നമ്മളിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ പറയേണ്ടത് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് പറയണം. ഓക്കെ, വേഗം ആലോചിച്ചോളൂ കേട്ടോ. പൂജ്യം 8.020 80 ഇൻറ്റു 10⁻³ കിലോഗ്രാം. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് കുട്ടികളെ? ഇപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 0 സിഗ്നിഫിക്കന്റ് അല്ല. 0 അല്ലാത്ത സംഖ്യകളൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്. ഇടയിൽ വരുന്ന 0ങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. 0 അല്ലാത്ത സംഖ്യ സിഗ്നിഫിക്കന്റ് ആണ്. ഇടയിൽ വരുന്ന 0ങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. 0 അല്ലാത്ത സംഖ്യ സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യ ആണെങ്കിൽ അവസാനത്തെ 0 സിഗ്നിഫിക്കന്റ് ആണ്. അവസാനത്തെ 0ങ്ങളൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്. 10ന്റെ പവർ ആയിട്ട് എഴുതുന്നൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ് 1, 2, 3, 4, 5, 6 അല്ലെ? 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നതെങ്കിൽ ഒന്നും കൂടി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 1.3 ഇൻറ്റു 1.3 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ. ഉത്തരം എത്രയാ വരിക? 1.69 അല്ലെ? ഇതിലെത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 2 എണ്ണം. ഇതിലെത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 2 എണ്ണം. ഉത്തരത്തിൽ അപ്പൊ എത്ര പാടുള്ളൂ? 2 എണ്ണേ പാടുള്ളൂ. ഇപ്പൊ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ അവസാനത്തെ സംഖ്യ ഒഴിവാക്കണം. അവസാനത്തെ സംഖ്യ എത്രയാണ്? 9 ആണ്. 5നേക്കാൾ കൂടുതലാണ്. അപ്പോ തൊട്ടുമ്പത്തെ സംഖ്യ 1 കൂട്ടി എഴുതുക. 1.6 എന്നുള്ളത് എന്തായി മാറും? 1.7. അപ്പൊ 1.3 ഇൻറ്റു 1.3 സിഗ്നിഫിക്കന്റ് ഫിഗറിന് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ 1.7. ഇതേപോലെ തന്നെയാണ് ഡിവിഷന്റെ നിയമവും. ഇനി അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്കൊന്ന് കൂട്ടാം. നേരത്തെ പറഞ്ഞ പോലെ 10.0 മൈനസ് 8.25 ഇതൊന്ന് കഴിച്ചെഴുതാം. 5 5 10 ബാക്കി 1 2 3 7 10 ബാക്കി 1 1 8 9 1.75 ആണ്. നല്ല ഉത്തരം. ഇതില് ഡെസിമൽ പ്ലേസ് എത്ര ഉണ്ട്? 1. ഇതിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല നോക്കണേട്ടാ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇതിൽ 1 സ്ഥലം, ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥലം. ഉത്തരത്തിൽ എത്രേ പാടുള്ളൂ? മിനിമം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥലം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥലം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 1 ആക്കി ചുരുക്കണം. അപ്പൊ 1 പോയിന്റ് ആരാണ് ഒഴിവാക്കേണ്ടത്? 5 ആണ്. 5 ആണ് ഒഴിവാക്കുന്നതെങ്കിൽ തൊട്ടുമുമ്പത്തെ സംഖ്യ ഒറ്റ സംഖ്യ ആണെങ്കിൽ 1 കൂട്ടി എഴുതുക. അപ്പൊ ഇവിടെ തൊട്ടുമുമ്പത്തെ സംഖ്യ 7 ആണ്, ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് 8 എന്ന് എഴുതി. അപ്പോൾ ആൻസർ ഈസ് 1.8 ആണ് ഇതിന്റെ ആൻസർ. ഇപ്പൊ ഡെസിമൽ പ്ലേസ് 1 ഉള്ളൂ, മിനിമായി റൗണ്ടിങ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ചും നന്നായിട്ട് ധാരണ ഉണ്ടാവണം. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം കൂടുന്തോറും എന്താ സംഭവിക്കുക? അക്യുറസി ഓഫ് ദ മെഷർമെന്റ് കൂടി വരും എന്നർത്ഥം. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പാരലാക്സ് മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, സിഗ്നിഫിക്കന്റ് ഫിഗറും 2 മാർക്ക് വരെയൊക്കെയുള്ള പ്രോബ്ലങ്ങളിൽ ചോദിക്കുന്നതാണ്. ഇത്രയൊക്കെ നന്നായിട്ട് നോട്ട്സ് നോക്കി എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.